ഇത് ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഗൈസ്. ഇത് ഡൈനാമിക്കിന്റെ വക ഉള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോൺഫിഗ് കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഡൈനു. ആ ഇത് നമ്മുടെ ഡി സി സൗണ്ട് വേണം. അത് ഔട്ട്പുട്ട് മാറ്റിയാൽ ഡി സി സൗണ്ട് വരും. അപ്പൊ ഞാൻ ഹെഡ്ഫോൺ വെക്കേണ്ടി വരും. ഒരു സെക്കൻഡ് ഞാൻ വെച്ച് തരാം. വെയിറ്റ് ചെയ്യ്. സംസാരിച്ച ഡൈനു സംസാരിക്കൂ. സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, കേൾക്കാമോ? ഹലോ. ഓക്കെ. അപ്പൊ ഗൈസ് ഇത് എന്താണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പുതിയ ലോക്കർ സിസ്റ്റം. ഡൈനു കണ്ടുപിടിച്ച പുതിയ ലോക്കർ സിസ്റ്റം. അതായത് ഇത് ഇനി മുതൽ ലോക്കറുകൾ റെന്റഡ് ആയിരിക്കും. മനസ്സിലായോ? അതെ, അതായത് റെന്റഡ് ആയിരിക്കും. ഇത് നിങ്ങൾ വീണ്ടും മനസ്സിലാക്കണം. ഇത് ഫുൾ ആൻഡ് ഫുള്ളി ഡൈനുവിന്റെ ഐഡിയ ആണ്. അപ്പോൾ 30 ദിവസത്തേക്കായിരിക്കും റെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് റെന്റ് ചെയ്തിട്ട് ലോക്കർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എന്തോ ഇത് പബ്ലിക് ലോക്കർ ലൊക്കേഷൻസ് റെസ്ട്രിക്റ്റഡ് ലെവൽ പബ്ലിക് ലോക്കർ സിറ്റി ഹാള് ഡ്രോ ഡിസ്റ്റൻസ് പർച്ചേസ് പ്രൈസ്. ഓക്കെ, അതായത് ഇവർക്ക് ലോക്കർ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇവർക്ക് വരുന്ന എമൗണ്ട് 1,00,000, 10,00,000, കോടി, 2 കോടി രൂപ അല്ലേ? 2 കോടി രൂപയാണ് ഇവർക്ക് ലോക്കർ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്ന പൈസ. ഓൾസ് റെസ്ട്രിക്റ്റഡ്. ഇത് ഒരിടത്താണോ എല്ലായിടത്തും പർച്ചേസ് പറ്റണം അങ്ങനല്ലേ? അതായത് ഓരോ ഏരിയയിലും ഓരോ ഇതാണ്. അത് എല്ലായിടത്തും കോമൺ ആണോ? കോമൺ അല്ല, സെപ്പറേറ്റ്. കോമൺ ആക്കിക്കോ, എന്തിനാ വെറുതെ. അപ്പൊ ഇതിൽ എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതില് 2 കോടി രൂപ കൊടുത്ത്, അതെ, 2 കോടി രൂപ കൊടുത്ത് വേണം നിങ്ങൾ ലോക്കർ പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് ഇപ്പൊ ഡൈന എഴുതി വെച്ചേക്കുന്നത്. ഇതില് ലോക്കറിന് 3 ലെവലുകളുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. മനസ്സിലായോ? അപ്പൊ ഈ 3 ലെവലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ലെവൽ 1ൽ 50 സ്ലോട്ടും, അതായത് നമുക്ക് സാധനം വെക്കുന്ന 50 സ്ലോട്ടും, ലെവൽ 2ൽ 100 സ്ലോട്ടും, ലെവൽ 3ൽ 200 സ്ലോട്ടുമായിരിക്കും ലോക്കറിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1,00,000 എന്ന് കാണുമ്പോൾ വെയിറ്റ് 1,00,000 കാണാൻ തെറ്റിദ്ധരിക്കരുത്. ഇത് വെയിറ്റ് 1,00,000 അല്ല, വെയിറ്റ് 100 കിലോ ആണ്. ഇത് ഗ്രാം ആണ്. അപ്പൊ വെയിറ്റ് 100 കിലോ ആണ് ലെവൽ 1ൽ ഉണ്ടാവുക. അപ്പൊ 100 കിലോയ്ക്ക് 50 സ്ലോട്ട്. അത് നിങ്ങളുടെ ഇൻവെന്ററിയുടെ സെയിം സ്ഥലം പോലെ നിങ്ങളുടെ ലോക്കർ ഉണ്ടാവും. അതിന് മാസ വാടക 30 ലക്ഷം രൂപ. 30 ആണോ 3 ആണോ? 3 ലക്ഷം ഇല്ലേ? അതല്ലേ, അപ്പൊ 30 ആകാം. ഓക്കെ, 30 ലക്ഷം രൂപ. മനസ്സിലായി? അപ്പൊ 30 ലക്ഷം രൂപ ഒരു മാസം റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 സ്ലോട്ടും 100 കിലോ വെയിറ്റും ഉള്ള ലോക്കർ കിട്ടും. ഇതിന്റെ അപ്ഗ്രേഡ് പ്രൈസ് 0 എടുത്തേക്കുന്നതായിരുന്നു. അത് ഫസ്റ്റിലെ കിട്ടാൻ വേണ്ടി, പർച്ചേസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ഇത് കിട്ടും. മനസ്സിലായി? നിങ്ങൾ 2 കോടി വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. 30 ലക്ഷം രൂപ റെന്റ് എടുത്താൽ മതി. നിങ്ങൾ അത് ലെവൽ 2ലോട്ട്, അതായത് 50 കിലോയിൽ നിന്നും 100 കിലോട്ട് അപ്ഗ്രേഡ്, 50 സ്ലോട്ടിൽ നിന്നും 100 സ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനും 100 കിലോയിൽ നിന്ന് 500 കിലോയിലോട്ട്, മനസ്സിലായി? 100ൽ നിന്ന് 500 കിലോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന ഫീ ആണ് 1, 2, 3, 4, 5, 6, 7, 5 കോടി രൂപ. മനസ്സിലായോ? അപ്പൊ ലെവൽ 1ൽ നിന്ന് ലെവൽ 1 വാങ്ങാൻ 2 കോടി, ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 കോടി. അപ്പൊ 1ൽ നിന്ന് 2ലോട്ട് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വരാൻ പോകുന്നത് 5 കോടി രൂപ. ഓക്കെ, അതിന്റെ അപ്പൊ ലെവൽ 2 ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റെന്റ് 50 ലക്ഷം എന്നാണ് കിടക്കുന്നത്. അതെ, 1 കോടി ആക്കിയിട്ടുണ്ട്. 1 കോടി രൂപ. ലക്ഷം, 10 ലക്ഷം, കോടി. അപ്പം ലെവൽ 2ൽ നിങ്ങൾക്ക് ഒരു മാസം വരുന്ന റെന്റ് 1 കോടി രൂപ. മനസ്സിലായോ? ഇനി ലെവൽ 2 പോരാ, എനിക്ക് 200 സ്ലോട്ട് വേണം, അതേപോലെ 1000 കിലോ വേണം എന്റെ ലോക്കറിന് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യാം. ലെവൽ 3 അപ്ഗ്രേഡിന് വരാൻ പോകുന്ന കോസ്റ്റ്, ഇത് ഡൈനോ എത്ര 10 എഴുതിയേക്കുന്നത്? 10 കോടി.
10 കോടി എഴുതിയേക്കുന്നേ. അത് ഓക്കെ, 30 കോടി രൂപ. മനസ്സിലായോ? ചെറിയൊരു എഡിറ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലെവൽ 2-ൽ നിന്നും 3-ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വെറും 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 30 കോടി രൂപ മുടക്കിയാൽ മതി. വെറും 30 കോടി രൂപ. അവന്മാരാകെ 30 കോടി ചുമ്മാ പറഞ്ഞ 10 കോടി ഏതാകാം. 10 കോടി ആക്കിയിട്ടുണ്ട്. 30 നമ്മൾ കുറച്ച് 30 ഇച്ചിരി കൂടുതലാക്കി. നമ്മൾ 10 കോടി കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലോക്കറിൽ 200 സ്ലോട്ടും 100 കിലോ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 10 കോടി കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാം. ലോക്കറിന്റെ റെന്റ് വെറും 3 കോടി രൂപ ഒരു മാസം. ഓക്കെ അല്ലേ? അതിന് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ റെന്റ് സ്വാപ്പ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതായത് അപ്ഗ്രേഡ് പ്രൈസ് കുറച്ചിട്ട് റെന്റൽ പ്രൈസ് കൂട്ടണം. നാളെ കുറയ്ക്കാല്ല. മനസ്സിലായോ? കോൺഫിഗർ ചെയ്താൽ കൺട്രോൾ സി. അല്ലേ? എന്ത് ചെയ്ത് 3 കോടിയാക്കി. റൈറ്റ്. ഈ 30 ലക്ഷം എന്നുള്ളതിന് റെന്റ് 1 കോടിയാകാം. 3 ലക്ഷം 10 ലക്ഷം കോടി 70 780. ഓക്കെ, സെറ്റ്. ഇപ്പൊ റെഡിയായോ? ഇപ്പം റെഡിയായില്ലേ? അതായത് സിമ്പിൾ ആണ്. ലോക്കർ വാങ്ങാനുള്ള പ്രൈസ് ഫസ്റ്റ് പർച്ചേസ് അല്ലേ ഡൈരു? 2 കോടി വേണ്ട ഡൈരു, പാവങ്ങളല്ലേ. പോട്ടെ, 1 കോടി വരും. നമ്മുടെ പിള്ളേരല്ലേ ഡൈരു? ഓക്കെ അല്ലേ ഡൈരു? പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ തന്നെ ഇട്ടാ ഓക്കെ, അപ്പൊ നമ്മൾ അത് നമ്മുടെ പിള്ളേരായതുകൊണ്ട് എന്റെ പിള്ളേര് പോയല്ലോ. എന്തോരില്ലേ നിന്റെ പിള്ളേർക്കെല്ലാം അണ്ടർ 17 ആണോ? അണ്ടർ 18 ആണോ? തമാശ പറയല്ലേ. ലോക്കർ വേണ്ടതോ? ഇത് നോക്കിക്കോ, 1 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ലോക്കർ വാങ്ങാം. ആ ലോക്കറിന് ഡിഫോൾട്ട് ആയിട്ട് 50 സ്ലോട്ടും 100 കിലോ വെയിറ്റും ഉണ്ടായിരിക്കും. അതിന് മാസം 1 കോടി രൂപ. സിമ്പിൾ ആണ്. അത് അപ്ഗ്രേഡ് ചെയ്യാൻ വീണ്ടും 1 കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഒന്ന് കുറവാ, 2 കോടിയാണ്. അപ്പൊ ലെവൽ 2-ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി 2 കോടി രൂപ 2 കോടി രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 സ്ലോട്ടും 500 കിലോ ആവും. പക്ഷെ മാസ വാടക 5 കോടി രൂപ. ലെവൽ 3-ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വെറും 3 കോടി രൂപ. അപ്പൊ സ്ലോട്ട് 200 കിലോ 1000 കിലോ ആവും. റെന്റ് 10 കോടി രൂപ മാസം. ഒരു മാസത്തിലാടാ. അതല്ലേ? എങ്ങനെയുണ്ട്? വണ്ടി സേവ് ആക്കിക്കോളാം. പിന്നെ ഒരു കാര്യം പറയാം, വണ്ടിയിൽ നിന്ന് സാധനം പോയി, ആൾക്കാർ അടിച്ചോണ്ട് പോയി, വണ്ടി കാണാതെ പോയി, മറ്റേ വേറെ നമ്പർ വന്ന് ആൾക്കാർ എടുത്തോണ്ട് പോയി എന്നൊന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇനി ലോക്കർ വന്നു കഴിഞ്ഞാൽ, കേട്ടോ. അപ്പൊ വണ്ടി വെക്കുന്നവർ ഓൺ റിസ്ക് വെക്കുക. സമയം കൊടുക്കും. മറ്റേ നമ്മുടെ ഹൗസ് ലോക്കർ കൊടുത്തില്ലായിരുന്നു, അപ്പാർട്ട്മെന്റ് പകരം ലോക്കർ കൊടുത്തില്ലായിരുന്നു. അപ്പാപ്പന്റെ പിതാമഹനെ എക്സ്ലാൻഡിസിലെ എല്ലാവരും സ്മരിക്കും. അപ്പാപ്പ ബ്രാവോ ഗെയിമിംഗ് എന്നോ. അപ്പാ പോളിടെ എന്നിട്ട് ഇട്ടാൽ മതി എന്റെ ബ്രാവോ ഗെയിമിംഗ്. എന്തുവാടാ റേറ്റ് ആണോ? അയ്യോ, ഫാൽക്കൺ മാൻ മാറ്റി തരുമോന്ന് പ്ലീസ്. ഞങ്ങളൊക്കെ കാരണം ഫാൽക്കൺ മാൻ മാറാത്ത രണ്ടി മാൻ മാറും. അഡ്മിൻ ലോക്കറോ? അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ്സിന്റെ അവിടെ ഉണ്ടായിരുന്ന ലോക്കറുകളെല്ലാം ക്ലിയർ ആവും. അതിലൊരു ലോക്കർ പോലും കാണത്തില്ല. സോ അതിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ലോക്കറിലോട്ട് ഉടനെ തന്നെ മാറ്റിക്കൊള്ളുക. നിങ്ങൾക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടും അറൗണ്ട് ഒരു 48 മണിക്കൂർ സമയം നമ്മൾ തരാം. അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോളുക.
എപി ലോക്കർ വാങ്ങി അപ്ഗ്രേഡ് ആക്കിയാൽ പിച്ചാത്തി എടുക്കുമെന്ന്. അപ്പൊ എപി പാപ്പ ജമാലൊന്ന് കേറി വന്നേ അപ്പോഴേ പോയല്ലോ. ഈ ലോക്കർ എവിടെയാ? ഇത് എവിടെ ഉണ്ടായിരുന്നു ലോക്കർ വരുന്നത്? ഇത് നമുക്ക് ലീജിയൻ സ്ക്വയറിൽ വരും, നമുക്ക് ബീച്ച് ഗരാജിൽ വരും, പാർക്കിംഗ് ലോട്ടിൽ വരും, എല്ലായിടത്തും. സാൻഡിയിലാണ് പാർക്കിംഗ് ലോട്ട്, ബീച്ച് പലയിടത്തും ഇട്ടില്ലേ അതിന്? ബീച്ച് ഗരാജില് സാധനം വരും, ലീജിയൻ സ്ക്വയറിൽ സാധനം വരും. ലീജിയൻ സ്ക്വയർ വേണ്ട, അത് നമ്മുടെ മറ്റേ വണ്ടി ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ ടർഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ എവിടെയെങ്കിലും കൊടുത്താൽ മതി. സിറ്റി ഹോളിൽ നടക്കുന്നുണ്ടോ? ഇപ്പൊ സിറ്റി ഹോളിൽ അതിന്റെ അകത്ത് ഒരു കോർഡിനേറ്റ് നടക്കുന്നുണ്ടോ? അവിടെ മൾട്ടിപ്പിൾ കോർഡിനേറ്റ് വരും. അവിടെ ഗ്യാരേജ് ആയിരിക്കും. ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലോക്കർ ആയിരിക്കും. അതായത് ഈ സിറ്റി ഹോൾ ഇട്ട ലോക്കേഴ്സ് ഒന്നും അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ പർപ്പസിന് വേണ്ടി മനസ്സിലായോ? ഹൗസിംഗ് എന്തെല്ലാം കാശും. അപ്പൊ 6ഓളം പേര് പോയി. അപ്പൊ അയ്യോന്നോ, സോറിടാ ലവി, ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഇന്ത്യൻ നിയമം നമുക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മള് ഇന്ത്യയിലാണ് നമ്മളുള്ളത്. നമ്മുടെ കമ്പനി നമ്മുടെ ഇത് രജിസ്ട്രേഷൻ ഇന്ത്യയിലാണ്. സോ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. പേരന്റ് കൺസേൺ ഉണ്ടെങ്കിൽ അണ്ടർ 18 പ്ലെയറിനെ കളിപ്പിക്കാൻ പറ്റുമോ? അപ്പോ അതിന്റെ ലീഗൽ സൈഡ് ഞാൻ നമ്മുടെ ലീഗൽ അഡ്വൈസറോട് സംസാരിച്ച് നോക്കാം. ഇനി അങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരന്റ് നമുക്കൊരു മുദ്രപത്രത്തിൽ, ഒരു 100 രൂപയുടെയോ വല്ല മുദ്രപത്രത്തിൽ എഴുതി അവരുടെ NOC, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരണം. ഇന്ന പോലെ എന്റെ മകൻ ഇന്ന മകൻ എന്റെ അതായത് അവരുടെ ഉത്തരവാദിത്തത്തിൽ, അതായത് എന്റെ ഉത്തരവാദിത്തത്തിൽ എന്റെ പേരിലുള്ള അക്കൗണ്ടിൽ കളിച്ചോളാം. അതായത് ഞാൻ തീരുമാനിക്കുന്ന സമയം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മാത്രമേ മകന് ഞാൻ ഇത് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്തം കളിപ്പിച്ചോളാം എന്ന് പറഞ്ഞൊരു കൺസെന്റ് ഫോം എഴുതി ഒപ്പിട്ട് തന്ന് നമുക്ക് മെയിൽ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അഡ്രസ്സിൽ മെയിൽ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി എന്തുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ബേസ് ചെയ്തത് ആ കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് കൊടുക്കത്തില്ല, ആ പേരന്റിന്റെ പേരിലായിരിക്കും അക്കൗണ്ട് കൊടുക്കുന്നത്, അത് കളിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് വാലിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ലീഗൽ അഡ്വൈസിനോട് ചോദിക്കേണ്ടി വരും, അതിന്റെ പ്രൊവിഷൻ എന്താണുള്ളതെന്ന്. മനസ്സിലായോ? സോ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് പേരന്റ് കൺസെന്റ് ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ് നമുക്ക് പറയാനുള്ള ഉത്തരം. ടർഫ് ഗൈഡിങ് എന്ന് വരും? എല്ലാം ഉടനെ വരും. V2MG തിരിച്ചു കൊണ്ടുപോവാ. അപ്പൊ പോയ പ്ലേയേഴ്സ് 18-ന് അതിനുശേഷം വന്ന ഓൾറെഡി ഉണ്ടായിരുന്ന അസറ്റ്സ് കിട്ടുമോ? അത് കിട്ടും. നമ്മൾ നിങ്ങളുടെ 6 അസറ്റ്സ് കളയത്തില്ല. പോരെ? പക്ഷേ പോയി 2 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് അസറ്റ് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമലത്തും. കേട്ടോ? V2MG AP സിറ്റി സോൺ ആണോ? AP ഗ്യാങ് ലോക്കർ പോകുമോ? ക്യാഷ് തട്ടിയെടുക്കാൻ ഓരോ സംഭവമൊക്കെ കൊണ്ടുവരുമെന്നോ? മുച്ചിരി പോയപ്പോ മെയിൻ സിറ്റിയിൽ ടർഫ് നെയിം അപ്ഡേറ്റ് ആക്കുമോ? ടർഫ് നെയിം അപ്ഡേറ്റ് ആക്കുമോ? യെസ്. ഡൈനോ, അതെന്തായി? അതിന്റെ വർക്ക് എന്തായി? അതായത് മെയിൻ സിറ്റിയിൽ 6 പേരിലാണ് ടർഫിൽ സോൺ ഉള്ളത്. ആ ഏരിയ അവരുടെ പേരിൽ സോൺ കാണിക്കുന്ന സെറ്റപ്പ്. യെസ്, നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് സെറ്റ് ആവും. നാളെ ഞാൻ പറയുന്നില്ല. നാളെ റിഫൈനറി, അത് നമ്മുടെ പുതിയ ബിസിനസ് ഉണ്ടല്ലോ റിഫൈനറി, അത് നാളത്തേക്ക് മോസ്റ്റ് പ്രോബബ്ലി ആവും. കുറച്ചും കൂടെ പെൻഡിങ് ഉള്ളൂ. അതുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്ക് നമ്മുടെ പുതിയ ജോബ് റിഫൈനറി വരും. സപ്പോർട്ട് കൊടുക്കുക. ലാസ്റ്റ് നിന്നെ വല്ലതും വിളിക്കും അവനെന്നോ? പാവണ്ട കുറെ നേരമായി പറയുന്നു, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ആക്കണ്ടേ അവനെ. അതിന്റെ ചെറിയ ചെക്കനെ പെട്ടെന്ന് കരയും. ആ പയ്യൻ സ്കൂളിൽ തുറന്ന വേറെ എന്തെങ്കിലും നമ്മൾ അവനെ കട്ടക്ക് സപ്പോർട്ട് ആക്കണ്ടേ? പൊന്ന് വാടാ, ഞാൻ ഉണ്ടടാ നിനക്ക് സപ്പോർട്ട്. AP സിറ്റി കുറെ ആരും ഉപയോഗിക്കാത്ത ഹൗസസ് ആൻഡ് പ്ലേസസ് ഉണ്ട്. അതിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊണ്ടുവന്നൂടെ? എവിടാടാ അഭിഷേക് നമ്പൂതിരി? ഇപ്പൊ ഈ ലോക്കർ റെന്റ് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവുമോ അക്കൗണ്ടിൽ നിന്ന്? ഡൈനോ, ഡെബിറ്റ് ആവത്തില്ല, നിങ്ങൾ പേ ചെയ്യണം. പക്ഷെ പേ ചെയ്തില്ലെങ്കിൽ ലോക്കർ ലോക്ക് ആവും. ലോക്കറിൽ വേറെ ആൾക്കാർ ബാങ്ക് വന്ന് താഴെ ഇട്ടിട്ട് പോകും. നിങ്ങൾക്ക് അത് തുറക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. അത് RP ചെയ്യാൻ പറയുന്നതല്ലേ? അവൻ അണ്ടർ ഏജ് ഒന്നും അല്ലാന്നോ?
അപ്പൊ ഇനാക്റ്റീവ് ഗ്യാങ്ങിനൊക്കെ റിമൂവ് ചെയ്ത് വാട്ട്സ് യൂസ് ഓഫ് കീപ്പിംഗ് ഇനാക്റ്റീവ് ഗ്യാങ് വിച്ച് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റ് ബോത്ത് ആർ പി ആൻഡ് പി പി പ്ലീസ് റിമൂവ് ഓൾ ദ ഇനാക്റ്റീവ് ഗ്യാങ്സ്. ടാമി അത് നമ്മൾ ഉടനെ ചെയ്യണം.